ബൈ ദ വേ ലാസ്റ്റ് വീഡിയോയിലെത്തതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് ബീച്ചിലേക്കാണ്. സോ യാ ഞാൻ പാരഗണിൻ്റെ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടിയുള്ള ആ വഴി നേരെ ബീച്ചിലേക്ക് നടന്നു. ബീച്ചിലേക്ക് നടക്കുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഈവനിങ് വൈബ് ആയതുകൊണ്ടിട്ട് വലിയ കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് നടക്കാനും കാര്യങ്ങളൊക്കെ. വെയിലും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നിറച്ച് വണ്ടികളൊക്കെയാണ്. സോ ഞാൻ അങ്ങനെ അവിടെ കൂടി ആ സൈഡിൽ കൂടി അങ്ങനെ നടന്ന് കുറേ കാഴ്ചകളൊക്കെ പകർത്തി, കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരാളോട് ചോദിച്ചു ഇനി ഇപ്പോൾ ബീച്ചിലേക്ക് പോകാൻ വല്ല ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്കൊരു ഇടവഴി കാണിച്ചു തന്നു. ആ വഴി നേരെ പോയാൽ ബീച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡെത്താമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി, അതുകൊണ്ട് വിഷ്വൽസ് അത്രത്തോളം ക്ലിയർ ആയില്ല. ബട്ട് ബീച്ചിൻ്റെ കുറേ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ നടക്കാം എന്നുള്ളൊരു മൂഡാണ്. സോ ഞാൻ അങ്ങനെ നേരെ നടന്ന് നേരെ ബീച്ചിലെത്തി. അപ്പോൾ ഇതാണ് ബീച്ചിൻ്റെ ആ ഒരു എൻട്രൻസ്. ആ പുള്ളി പറഞ്ഞ ആ ഒരു വഴി കയറിയപ്പോഴത്തേക്കിനും ബീച്ചിൻ്റെ സൈഡിലെത്തിയത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നിറച്ച് കാഴ്ചകളും നല്ല തിരക്കൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് സൺസെറ്റ് ആയതുകൊണ്ടിട്ട് തന്നെ നല്ല രസമുണ്ട്. അങ്ങനെ അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിനും നല്ല അസ്തമയവും അതിൻ്റെ കാഴ്ചകളൊക്കെയാണ്. അങ്ങനെ അസ്തമയ സൂര്യൻ്റെ ഭംഗിയും കാര്യങ്ങളും എല്ലാം കണ്ട് കാലിക്കറ്റ് ബീച്ചിൽ കൂടി അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പിന്നെ നടന്ന് നേരെ ബീച്ചിൻ്റെ സൈഡെത്തി. ബീച്ചിൻ്റെ സൈഡെത്തിയപ്പോഴത്തേക്കിനും ഞാൻ നോക്കിയപ്പോൾ കുറേ പയ്യന്മാരും അങ്ങനെ കുറേ ഫാമിലീസും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ നോക്കിയപ്പോഴത്തേക്കിനും കുറച്ച് പിള്ളേർ നിൽപ്പുണ്ടായിരുന്നു, ബോയ്സ്. അങ്ങനെ അവരുടെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത് അത് ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാം. സോ ഞാൻ അവരുടെ ഈ വിഷ്വൽസൊക്കെ എടുത്ത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ആ ഒരു കളർ ടോണും കാര്യങ്ങളെല്ലാം കൊണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ അവർക്ക് ആ വിഷ്വൽസൊക്കെ അയച്ചു കൊടുത്ത് ഞാൻ അവരായിട്ട് സംസാരിച്ചപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ അവരായിട്ടൊക്കെ സംസാരിച്ച് കുറേ കഴിഞ്ഞ് ഞാൻ പിന്നെ വീണ്ടും ഇറങ്ങി അങ്ങറ്റത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറ്റത്തേക്ക് നടക്കുമ്പോഴത്തേക്കിനാണ് ഈ ഫുൾ ഐശ്വര്യതീയ കടകളും കാര്യങ്ങളെല്ലാം കാണുന്നത്. അപ്പോൾ എനിക്ക് ഐശ്വര്യത കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ കാലം ഞാൻ മുന്നേ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോൾ ഒരുപാട് കാലമായി. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ആദ്യം പോയ കടകളിലൊക്കെ തിരക്കായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കടയിൽ വന്നപ്പോൾ ഇവിടെ വലിയ തിരക്കില്ലെന്നല്ല, ആരുമില്ലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ കടയിൽ നിന്ന് ഞാനൊരു ഐശ്വര്യത വാങ്ങി. മധുര പക്ഷേ എനിക്ക് അത്രത്തോളം തൃപ്തിയായില്ല ഞാനത് കുടിച്ചപ്പോഴത്തേക്കിനും. കാരണം വേറൊന്നുമല്ല, മുന്നേ ഞാൻ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ചില്ല് ഗ്ലാസ്സിലൊക്കെ ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇയാൾ ഇങ്ങനെ തന്നപ്പോഴത്തേക്കിനും ഞാനോർത്തത് എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തീരെ തൃപ്തിയായില്ല. എങ്കിലും പിന്നെ ഞാൻ കുടിച്ചെങ്കിലും എനിക്ക് അത്രത്തോളം ഇതായില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് നടന്ന് ബാക്കി അവിടെ കളഞ്ഞിട്ട് അങ്ങനെ നടന്ന് ഓരോരോ സ്ഥലങ്ങൾ നോക്കിയപ്പോൾ എല്ലാവരും ഇത് തന്നെ മറ്റേ പേപ്പർ ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. സോ ഞാൻ നടന്ന് അപ്പുറത്ത് വേറൊരു ഇക്കാൻ്റെ കടയിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഇങ്ങനെ ഓരോരോ ഇതൊക്കെ കണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞാൻ പുള്ളിയായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പം കോർപ്പറേഷൻ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ മാത്രമേ കൊടുക്കാൻ സമ്മതിക്കുന്നുള്ളൂ എന്നൊക്കെ. അങ്ങനെ പിന്നെ ഞാനൊരു ഷോർട്സ് ആയിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടെ നിന്നൊക്കെ ഇറങ്ങി വീണ്ടും കുറേ നേരം കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാമെന്നും പറഞ്ഞ് പോയി. അപ്പോൾ അതിനിടയ്ക്ക് ബീച്ചിൻ്റെ സൈഡിലൊരു കോൺസേർട്ട് പോലെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞാൻ പോകുന്നു. കാരണം നമ്മൾ ഈ കോൺസേർട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ കൂടുതൽ നമ്മൾ പീസ്ഫുൾ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വീണ്ടും ബീച്ചിൻ്റെ അങ്ങേറ്റത്തേക്ക് പോയി. നമുക്ക് ഈ ഒച്ചയും ബഹളത്തിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി പീസ്ഫുള്ളായിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ പിന്നെ നേരെ തിരിച്ചു പോയത്. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അപ്പോൾ ഏകദേശം എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം ഒരു 20% അടുത്തായി. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല അധികം. പിന്നെ പോകാനുള്ള ടൈമായി, എനിക്ക് 9:40 ബസ്. അങ്ങനെ ഞാൻ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി
അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ ഓട്ടോയും കിട്ടുന്നില്ല. കുറേ നേരം നിന്നിട്ട് ഓട്ടോയും കിട്ടുന്നില്ല. ലാസ്റ്റ് ഒരു ഓട്ടോ കിട്ടി. ഓട്ടോക്കാരൻ എന്നെ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിലാക്കി തന്ന്. നല്ല ഓട്ടോക്കാരാണ് കേട്ടോ. കാലിക്കറ്റത്തെ ഓട്ടോക്കാരെ പറ്റി പൊതുവേ നല്ലൊരു അഭിപ്രായമാണ്. അത് തന്നെയാണ് എനിക്കും. അങ്ങനെ എൻ്റെ ബസ് അങ്ങറ്റത്താണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങറ്റത്തേക്ക് അങ്ങോട്ട് പോയി. അങ്ങറ്റത്തേക്ക് പോകുമ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കാണ്. പക്ഷേ ഞാൻ തിക്കി തിരക്കി ഒരു അങ്ങറ്റത്തേക്ക് എത്തി. അപ്പം ഇതായിരുന്നു നമ്മുടെ ബസ്. സംഭവം വൻ കോമഡി ആയിരുന്നേ. AC ഒക്കെ ആയിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷേ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് AC ഒന്നും വർക്ക് ആവുന്നില്ല. ചൂടെടുത്ത് പണ്ടാണെങ്കിൽ അവർ തൃശ്ശൂർ എത്തുമ്പോൾ ബസ് മാറ്റാമെന്ന് പറഞ്ഞു. തൃശ്ശൂർ എത്തിയപ്പോൾ ബസ്സൊന്നുമില്ല. അവർ പറഞ്ഞു വേണമെങ്കിൽ അടുത്ത വണ്ടി വരും, അതിൽ കയറിപ്പോക്കോ, അല്ലെങ്കിൽ ഇതിൽ തന്നെ പോവാം. ഒരുമാതിരി ധാർഷ്ട്യം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ടോക്കൊക്കെ. അങ്ങനെ പിന്നെ അതിൽ തന്നെ കയറി എറണാകുളത്തേക്ക് എത്തി. എറണാകുളത്തേക്ക് എത്തിയപ്പോഴത്തേക്കിനും വയർത്ത് കുളിച്ചൊരു പരുവായി. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള ഈ വീഡിയോ. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.